സാഹിത്യ വിമർശനത്തിൽ തിന്മയ്ക്കെതിരെ പ്രതിരോധം തീർത്ത സർഗ സാന്നിധ്യമായിരുന്നു KP അപ്പനെന്ന് കവിയും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ KG ശങ്കരപ്പിള്ള കൊല്ലം നീരാവിൽ പറഞ്ഞു. നവോദയം ഗ്രന്ഥശാല KP അപ്പൻ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KG ശങ്കരപ്പിള്ള. എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം പ്രതിരോധത്തിനുള്ള സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച വിമർശക പ്രതിഭയായിരുന്നു KP അപ്പനെന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും കവിയുമായ KG ശങ്കരപ്പിള്ള പറഞ്ഞു. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിലെയും മനുഷ്യത്വ വിരുദ്ധമായ ഘടകങ്ങളോട് മുഖം തിരിച്ചു നിന്നയാളാണ് KP അപ്പനെന്നും കവി KG ശങ്കരപ്പിള്ള. കോയ്മകൾക്കെതിരെ സ്വാതന്ത്ര്യത്തിൻ്റെതായ സമരത്തെയാണ് നിരന്തരമായി നവീകരിക്കപ്പെടുന്ന ഏകാന്തത പ്രബുദ്ധതയാണ് KP അപ്പൻ സ്വാതന്ത്ര്യമായും ഏകാന്തതയായും കണ്ടത്. ആ നിലയ്ക്ക് അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ ഒരു പക്ഷത്ത് നിൽക്കുന്നു. ആ പക്ഷത്തിന് ഞാൻ വിളിക്കുന്നത് നീതിപക്ഷം എന്നാണ്. ധാർമ്മികതയുടെയും മാനവികതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വക്താവായിരുന്നു KP അപ്പനെന്നും KG ശങ്കരപ്പിള്ള അനുസ്മരിച്ചു. KP അപ്പന്റെ എഴുത്തിന്റെ കാതൽ സ്വാതന്ത്ര്യമാണെന്നും കവി. അദ്ദേഹം ഒരു ഏകാന്തതയായിരുന്നു. അത് സ്വാതന്ത്ര്യത്തിന്റെ ഏകാന്തതയാണ്. പക്ഷെ ഒട്ടും നിഷേധാത്മകമോ ലോകനീതിയെ വർജിക്കുന്നതായതല്ല. ആഴത്തിൽ ലോകനീതിയെ സ്നേഹിക്കുന്ന, വളരെ ആഴത്തിൽ മാനവികതയെ, പുതിയൊരു മാനവികതയെ നിർവചിക്കുന്ന, അന്വേഷിക്കുന്ന മനോഹരമായ പുതിയ മനുഷ്യസത്തയുടെ പേരായിട്ടാണ് ആ സ്വാതന്ത്ര്യത്തെ, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ ദർശനത്തെ KP അപ്പൻ ലോക അവതരിപ്പിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ KG ശങ്കരപ്പിള്ളയ്ക്ക് നീരാവിൽ നവോദയം ഗ്രന്ഥശാലയുടെ ഉപഹാരം KP അപ്പന്റെ മക്കളായ രവി അപ്പൻ, ശ്രീജിത്ത് എന്നിവർ ചേർന്ന് സമർപ്പിച്ചു. ചവറ KS പിള്ള, ഡോക്ടർ പ്രസന്ന രാജൻ, പ്രൊഫസർ K ജയരാജൻ, VS രാജേഷ്, പ്രൊഫസർ C ശശിധരക്കുറുപ്പ്, K ഭാസ്കരൻ, നന്ദകുമാർ കടപ്പാൽ, ഡോക്ടർ A ഷീലാകുമാരി, ഡോക്ടർ SS ഫിലോമിന തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി S നാസർ സ്വാഗതവും കലാസമിതി പ്രസിഡന്റ് KS അജിത് കുമാർ നന്ദിയും പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് KP അപ്പന്റെ കൃതികളുടെ പ്രദർശനവും നടന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.